ജനുവരി 16 ഒരു വീഡിയോ പ്രചരിച്ചു. ആ വീഡിയോയിലുള്ള ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു. ഒരു തിരക്കുള്ള ബസ്സിൽ എല്ലാവരും കൂടി യാത്ര ചെയ്യുന്നു. ആ യാത്രയ്ക്കിടെ ഒരു പുരുഷൻ തൻ്റെ ദേഹത്ത് സ്പർശിച്ചു എന്ന ആരോപണമായി ഒരു യുവതി രംഗത്തിറങ്ങുകയാണ്. ആ വീഡിയോ വൈറലായി. അപമാനം ഭയന്ന് കുറ്റാരോപിതനായ ആ യുവാവ് ജീവനൊടുക്കി. ദീപക് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇവിടെ ആരാണ് തെറ്റുകാരൻ? നമുക്ക് ആ വീഡിയോ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആ വീഡിയോയിൽ അങ്ങനെ ഒരു സ്പർശനം നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു തിരക്കുള്ള ബസ്സിൽ ആ ബസ് നോക്കിയാൽ അറിയാം, ബസ്സിൽ വലിയ തിരക്കാണ്. ആ തിരക്കുള്ള ബസ്സിൽ ചിലപ്പോൾ അറിയാതെ കൈയും കാലൊക്കെ തട്ടി എന്നൊക്കെ വരും. ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ മുഖവും ആ യുവതിയുടെ മുഖവും അങ്ങനെ നിൽക്കുകയാണ്. ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം അറിയുന്നു പോലുമില്ല. എന്നാൽ ആ യുവതിയുടെ മുഖമോ, ആ യുവതിയുടെ മുഖത്തിൽ തന്നെ അറിയാൻ സാധിക്കും ഒരു ഇന്റൻഷനോട് കൂടിയാണ് ആ വീഡിയോ എടുക്കുന്നതെന്ന്. ഒരു ചെറു പുഞ്ചിരിയോടെയൊക്കെയാണല്ലോ, അതായത് ചെറു പുഞ്ചിരിയോടെ നല്ല ഫിൽട്ടറൊക്കെ ഇട്ട് ആ വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്തു. ഉദ്ദേശം എന്തായിരുന്നു? വ്യൂസ്, ലക്ഷക്കണക്കിന് വ്യൂസ്. ഇതിൻ്റെയൊക്കെ തുടക്കം ആദ്യം ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. ഒരു അപ്പച്ചനും ഒരു യുവതിയും യാത്ര ചെയ്യുന്നു. അപ്പച്ചൻ ആ യുവതി ഇങ്ങനെ നോക്കുകയാണ്. ആ നോട്ടത്തിൽ ചെറിയൊരു പെശക് നമുക്ക് തോന്നിക്കാം. ആ വീഡിയോ വൈറലാകുന്നു. ആ അപ്പച്ചൻ എയറിലാകുന്നു. ഒരുപാട് പേർ ഈ യുവതി അനുകൂലിച്ച് രംഗത്ത് വരുന്നു. അങ്ങനെ അവിടെ ഒരു നോട്ടം മാത്രമേ ഉള്ളൂ. അത് രണ്ടാമത് ഒരു കഴിഞ്ഞ ആഴ്ച എന്ന് തോന്നുന്നു ഒരു യുവതി മറ്റൊരു വീഡിയോ ഇടുന്നു. ആ യുവതി മാസ്ക് വെച്ചാണ് വന്നത്. പിന്നെ ആ യുവതി നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആരോപിതനായ ആ യുവാവിൻ്റെ മുഖം ബ്ലറാക്കിയായിരുന്നു കാണിച്ചത്. ആ വീഡിയോ നമുക്ക് പരിശോധിച്ചാൽ നമുക്കറിയില്ല. ആ വീഡിയോ കുറച്ച് ഭാഗമേ ഉള്ളൂ. ആ ഒരു വ്യക്തി ഈ പെൺകുട്ടിയോട് അമ്മയായിട്ട് പെരുമാറിയില്ലോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. കാര്യം ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. നമ്മുടെ ആ യുവതി രംഗത്ത് വന്നിരുന്നു തനിക്ക് നേരിട്ട ദുരഭിമാനം വിവരിച്ചുകൊണ്ട്. അത് വിടാം. നമ്മുടെ വിഷയം ഇന്നത്തെ ഈ വീഡിയോ ആണ്. ഒരു തിരക്കുള്ള ബസ്സിൽ ഞാൻ ആ വീഡിയോ പലവട്ടം എടുത്തെടുത്ത് നോക്കി. അതിലിങ്ങനെ ഒരു സ്പർശനമൊന്നുമില്ല. അയാൾ തിരിഞ്ഞു നിൽക്കുന്നു, ഈ പെൺകുട്ടി പുറകെ നിൽക്കുന്നു. അതായത് ബാഗ്, ആ ഒരു യുവാവിൻ്റെ കയ്യിൽ ഇങ്ങനെ ബാഗ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിടിക്കും, ഇങ്ങനെയാണ് നിൽക്കുന്നത്, അല്ല ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കൈ അറിയാതെ പുറകോട്ട് പോകും. ഈ പെൺകുട്ടി അത് വീഡിയോ എടുത്ത് തന്നെ സ്പർശിച്ചു എന്ന് ആരോപണം ഉന്നയിക്കുന്നു. നിഷ്കളങ്കനായ യുവാവ് ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു. അല്ലാതെ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു 60-70% പേര് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞേനെ. ഇന്നത്തെ നീതി, ആളുകൾ എല്ലാവരും സ്ത്രീകളുടെ കൂടെയാണ്. തെറ്റ് ആ സ്ത്രീയുടെ ആണെങ്കിൽ പോലും നിയമവും നീതിയും എല്ലാവരും ഈ ലോകവും എല്ലാം ആ സ്ത്രീയുടെ കൂടെയാണ്. ഇപ്പോൾ തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനൊക്കെ ആണെങ്കിൽ തിരക്കുള്ള ബസ്സിൽ കയറാറേ ഇല്ല. സീറ്റ് ഉണ്ടെങ്കിൽ, അതും സൈഡ് സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ഞാൻ ബസ്സിൽ കയറാറുള്ളൂ. തിരക്കുള്ള ബസ്സിൽ നമ്മൾ പുരുഷന്മാർ കയറിയ ഇതേപോലെ അവസ്ഥകളുണ്ടാകും. അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റുകളിൽ നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ മുൻവശത്ത് നിൽക്കാതിരിക്കുക, മാക്സിമം പുറകിൽ തന്നെ നിൽക്കുക. അല്ലെങ്കിൽ ഇതേപോലുള്ള കുറ്റാരോപണങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോലും അറിയത്തില്ല ചിലപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അദ്ദേഹം അറിഞ്ഞിട്ടില്ല ആ വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കെതിരെയുള്ള വീഡിയോ എടുക്കുന്നത് നമ്മൾ അറിയാൻ പോലും സാധിക്കില്ല. എല്ലാം സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കൊണ്ടൊരു നെഗറ്റീവ് ഉണ്ടായി. ഇനി ഒരാൾ അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറിയാൽ സമൂഹം സംശയത്തോടെ ഇനി വീക്ഷിക്കൂ. ഒരു പെൺകുട്ടിക്ക് ദുരഭിമാനം ഉണ്ടായാൽ ആരും ഇനി വിശ്വസിക്കില്ല. മാത്രമല്ല ഈ പെൺകുട്ടി ഒരു ജനപ്രതിനിധിയാണ്, മുസ്ലിം ലീഗിന്റെ വലിയൊരു നേതാവാണ്. ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഇങ്ങനെയാണോ? യൂസിന് വേണ്ടിയും ചെറിയ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതാണോ ചെയ്യുന്നത്? നിങ്ങൾക്ക് വേറെ എന്തൊക്കെ വഴികളുണ്ടായിരുന്നു? അല്ലെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തെങ്കിൽ ആ സമയത്ത് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു? ഇട്ട് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്തല്ലോ ആ വീഡിയോ. അതായത് റീച്ചിന് വേണ്ടി, ലൈക്സിന് വേണ്ടി നിങ്ങൾ ഓരോ വീഡിയോ എടുക്കുമ്പോൾ തകരുന്നത് ഓരോ കുടുംബങ്ങളാണ്. അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്ത മറ്റൊരു പെൺകുട്ടി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ പെൺകുട്ടിയുടെ മുഖം വിളറിയിരിക്കുന്നു. അതായത് പീരീഡ്സ് ആയ സമയമായിരുന്നു ആ പെൺകുട്ടിയുടെ. ഇദ്ദേഹം മരുന്ന് വരെ ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ആ യുവാവിനൊപ്പമുള്ള ചിത്രം ആ പെൺകുട്ടി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവെക്കുന്നുമുണ്ട്. അപ്പോൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് അദ്ദേഹം നല്ലൊരു വ്യക്തിയാണെന്നാണ്. അപ്പോൾ പക്ഷേ
നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കുക, കേസ് കൊടുക്കുക. ഞാൻ വീഡിയോ 3-4 പ്രാവശ്യം നോക്കി, അതിലൊന്നുമില്ല. ആ വീഡിയോയിൽ എവിടെയാണ് അദ്ദേഹം സ്പർശിക്കുന്നത്?